മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ ഭരണപക്ഷ കൌൺസിലർമാർ വയനാട്ടിലേക്ക് ഉല്ലാസയാത്ര പോയതായി കോൺഗ്രസ്. നഗരസഭാ വൈസ് ചെയർമാൻ പി.എൻ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ LDF കൌൺസിലർമാരും ഏതാനും മുൻ കൌൺസിലർമാരുമാണ് യാത്ര പോയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നാട് വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഉള്ള ഈ യാത്ര തീർത്തും അപലപനീയമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ജനങ്ങളെ സഹായിക്കേണ്ടതിനു പകരം ഭരണകക്ഷി അംഗങ്ങൾ വിനോദയാത്രയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി.പി. ഗിരീശൻ പറഞ്ഞു. സങ്കടകരമായ സാഹചര്യത്തിൽ ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പാവപ്പെട്ടവരുടെ ഒപ്പം നിൽക്കുന്നുവെന്നും അവകാശപ്പെടുന്നവരുടെ പ്രവൃത്തി ജനങ്ങൾ വിലയിരുത്തട്ടെയെന്നും ടി.പി. ഗിരീശൻ കൂട്ടിച്ചേർത്തു. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുള്ള മുണ്ടത്തിക്കോട് എന്ന സ്ഥലത്ത് അതിദാരുണമായിട്ടുള്ള ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാവുകയും നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. ഒരുപാട് പേര് ഇപ്പോഴും ചികിത്സയിലാണ്. ദേവസ്വം ദുഃഖാചരണം നടത്തുന്നു. ഗവൺമെൻറ് അടിയന്തര മന്ത്രിസഭാ യോഗം കൂടി സവിശേഷ ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയും എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ കൂട്ടായ്മകളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ആ ദുരന്തമുഖത്ത് സജീവമായിട്ട് സഹായങ്ങൾ എത്തിക്കുകയും പരിക്കേറ്റവരെ ചികിത്സിക്കാനായിട്ടും രക്തം നൽകുന്നതിനുമായി ആശുപത്രികളിലും അതുപോലെ തന്നെ മരിച്ചവരുടെ വീടുകളിലെത്തി അവർക്ക് വേണ്ടുന്ന അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനും മറ്റുമായി സജീവമായിട്ട് എല്ലാവരും നിൽക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന CPMൻ്റെ കൗൺസിലർമാർ, അതിൻ്റെ നേതാക്കൾ, മുൻകാല കൗൺസിലർമാർ ഒക്കെ കൂടി വയനാട്ടിലേക്കൊരു ടൂറ് പോയി എന്നൊരു വാർത്ത. അത്തരത്തിലൊരു സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാറി എന്ന് അറിയിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നത്. ഇത്രയും വിഷമകരമായ സാഹചര്യത്തിൽ കൂടെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ ആ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിന് മുൻപന്തിയിൽ നിന്ന് ചെയ്യേണ്ട കൗൺസിലർമാർ അല്ലെങ്കിൽ മറ്റു നേതാക്കൾ, ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നവർ ഇത്തരത്തിൽ ഈ സന്ദർഭത്തിൽ, അതും ദുരന്തം കഴിഞ്ഞ ഒരു ദിവസം മാത്രം കഴിഞ്ഞ ഇന്നലെ പുലർച്ചെ എല്ലാവരും കൂടി ടൂറ് പോവുകയും പാതിരാത്രിക്ക് തിരിച്ചെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ പ്രവൃത്തി തീർത്തും അപലപനീയമാണ്, മനുഷ്യത്വരഹിതമാണ്. ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ജനങ്ങളത് ചർച്ച ചെയ്യുകയും അത് വിലയിരുത്തുകയും ചെയ്യട്ടെ. ഇത് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഏത് തരത്തിലുള്ള പരമായിട്ടുള്ള പ്രവൃത്തിയാണ്, എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? നമ്മളെ നയിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നേതാക്കളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത്രയും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾ ഇത്തരത്തിലൊരു ടൂറ് പോയി ആഘോഷിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ ചെയ്ത ഈ പ്രവൃത്തിയെ ജനങ്ങൾ വരെ വിലയിരുത്തട്ടെ. ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു. അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ധന്യവാദം.